ഞങ്ങൾ ചന്തയിൽ മീൻ മേടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ പിള്ളേരെല്ലാം വരുന്നത് കൊണ്ടാണ് അതൊരു ബ്ലോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചത്. പോകുന്ന വഴിക്ക് നമ്മുടെ സ്റ്റാൻസിയൊക്കെ ഉണ്ട്, നമ്മുടെ വാവച്ചിയുടെ അമ്മയാണ്. അപ്പോൾ എല്ലാവർക്കും മുട്ടായി മേടിച്ചുകൊണ്ട് വന്നു. അതെല്ലാവരും കാറിനകത്ത് വെച്ച് തന്നെ കഴിക്കും. അടുത്ത് നമ്മൾ നേരെ പോകുന്നത് പെരിങ്ങടവിള ചന്തയിലാണ്. അപ്പോൾ അവിടെ ആകുമ്പോൾ കുറേ മീനൊക്കെ ഉണ്ടെന്നാണ് അമ്മ പറയുന്നത്. അതിനുശേഷം ഞങ്ങൾ പോയത് നേരെ പമ്പിലേക്കാണ്. ഫ്യൂവൽ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ഇതിലാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ചാട്ടമാണ്. അപ്പം അലോന ഒരു വിധം അടക്കി നിർത്തിയിരിക്കുക. അപ്പൂസും ബാവച്ചി എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഫ്യൂവൽ അടിച്ച് തിരിച്ചു പോയതിനു ശേഷം ബാവച്ചി പറഞ്ഞു ഒരു പാട്ട് പാടണമെന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പാട്ടൊക്കെ പാടി നമ്മൾ നേരെ പോകുന്നത് ഇനി അമ്മയെ വിളിക്കാനാണ്. അമ്മ നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തോന്ന് മീൻ കിട്ടിയേ? അവിടുന്ന് നമ്മൾ നേരെ ഇനി ATMിൽ പോകണം. ATMിൽ പോയിട്ട് പൈസ എടുക്കണം. കാരണം ഞങ്ങളുടെ കിണർ വേനൽക്കാലമല്ലേ, അപ്പോൾ ഞങ്ങളിവിടെ വൃത്തിയാക്കാറുണ്ട്. ആലങ്കാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട്, സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടല്ല കേട്ടോ. അങ്ങനെ ATMിൽ നിന്ന് പൈസ എടുത്ത് ശനി വന്നു. ഇനി പിള്ളേർക്കുള്ള നമ്മൾ സിപ്പപ്പ് മേടിക്കും. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഫ്ലേവറുകൾ അവർ തന്നെ എടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കും കിട്ടി ഒരെണ്ണം. അത് ഞാൻ കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇതളിന് കൊടുത്തു. ഇതൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, എക്സ്പ്രഷനൊക്കെ കണ്ടാൽ അറിയാം അത് ഇഷ്ടപ്പെട്ടു. എന്നാലും ആർക്കും കൊടുക്കത്തില്ല. ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി ഗായ്സ്. ഇനിതാ അപ്പോൾ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് നിൽക്കുന്നു. ഞങ്ങൾ വിടത്തില്ല എന്ന് പറയുന്നു. കാരണം അവൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ വീട്ടിൽ കൊണ്ടുപോകണം. അതുകൊണ്ട് ഞങ്ങൾ വിടത്തില്ല. സോ ബായ്.